ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഭദ്ര ചേച്ചിയായിരുന്നു പാടിയത്. സുദീപ് പലനാടാണ് മ്യൂസിക്. അതില് വീണു சிலை போலவே நின்று நேரமாவதறியாமலே மிக வினோதமான முரளிதர. അതിലെ ഒരു പാട്ട് ഞാൻ പാടുന്നില്ല മ്യൂസിക് മോജോയിൽ, ഇത് വേണ്ട എന്ന് പറഞ്ഞ ആളാണ് സിംഗർ ഭദ്ര. പക്ഷെ ആ പാട്ടാണെങ്കിലോ ഒടുക്കത്തെ ഹിറ്റുമായി. ദേശം താഴോ രാജദേശം താഴാറോ രാജകുമാരക, ദേശം താഴോ രാജദേശം താഴാറോ രാജകുമാരക. ആ സമയത്ത് എന്തോ ഒരു തമാശ പറഞ്ഞപ്പോ ചിരിച്ച സാധനം ഇത് കേട്ട് കഴിഞ്ഞപ്പോ കൊള്ളാലോടാ കണ്ട ഇപ്പൊ കേട്ടില്ലേ ഈ സാധനം വന്നില്ലേ. പൂവന്തിയേറ്റത്തിൽ ഒരില ഇരില പൂവാങ്കുരുന്നില നുമ്പരത്താരില കണ്ണുമടച്ചെ മടങ്ങുന്ന നാമ്പുകൾ എന്തോരെണ്ണം എന്തോരെണ്ണം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ പറയട്ടെ, ഇന്നത്തെ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സമയത്ത് നമ്മളിവിടെ കുറച്ച് സംഗീത സാന്ദ്രമായിരിക്കും. ബിക്കോസ് എൻ്റെ അടുത്തിരിക്കുന്നത് ഗംഭീര മ്യൂസീഷ്യൻസ് ആണ്. ഇപ്പോൾ യൂട്യൂബിൽ ഒരു പുത്തൻ ആൽബം വന്നിട്ടുണ്ട്, അത്തിമരം. ആ അത്തിമരത്തിൽ ചേക്കേറിയ കുറച്ച് കിളികളെ ഞാനിങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് വെൽക്കം ചെയ്യാം. എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട ഭദ്ര രജിൻ, ശ്രീരഞ്ജിനി, അരവിന്ദ് എസ് കൃഷ്ണ ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട ആക്ട്രസ് യെസ് അഖില ഭാർഗവൻ. അപ്പം നിങ്ങളെല്ലാവരും ആണ് ഇതിൻ്റെ ഭാഗം. ഇനിയും കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ, അവരെ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. മെയിനായിട്ടുള്ള ആള് വന്നിട്ടില്ല. അതാരാണ്? അതെ, നമ്മുടെ പാട്ട് കമ്പോസ് ചെയ്ത് ഈ പാട്ടിനെ ഈ രൂപത്തിലാക്കിയെടുത്ത നമ്മുടെ സുദീപ് പാലനാട്. എന്താ വരാത്തെ? സുദീപേട്ടൻ വേറെ വർക്കിൽ ബിസിയാണ്. ഇപ്പോൾ ഒരു പുതിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പ്രോസസ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് ആയിട്ട് ബിസി ആയതുകൊണ്ടാണ് ഹിറ്റിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അത്തിമരം അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? അതെങ്ങനെയാണ് ആ ഒരു ഐഡിയേഷൻ ഒക്കെ? നിങ്ങളൊക്കെ പണ്ടോട്ടേ ഒരുമിച്ച് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഒരു സാധനം വരുമ്പോൾ തന്നെ നിങ്ങളൊക്കെ അറിയുണ്ടാവും, പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും അല്ലേ. അപ്പോൾ അതെങ്ങനെയായിരുന്നു അത് അത്തിമരത്തിന്റെ ഒരു തുടക്കം എങ്ങനെയാണ്? ബേസിക്കലി നമ്മൾ അത്തിമരത്തിലേക്ക് വരുമ്പോൾ ഈ പാട്ട് നമ്മൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനുണ്ട്, സുദീപേട്ടനുണ്ട്, പിന്നെ നമ്മുടെ കീബോർഡ് പ്രോഗ്രാം ഉണ്ട് രാമുരാജ്. അപ്പോൾ രാമുവിൻ്റെ സ്റ്റുഡിയോയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ബേസിക്കലി അപ്പോൾ നമ്മൾ ഈ സൂക്ത ബാൻഡ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളോട് പറയുന്നത് നമുക്കൊരു 9 ഒറിജിനൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു സൗണ്ടിങ് കൊണ്ടുവരണം. ആലോചിക്കുമ്പോൾ തന്നെ ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ നമ്മൾ ചെയ്യുമ്പോഴും ചില പാട്ടുകൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓക്കെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഇത് കൊള്ളാം. അപ്പോൾ സുദീപേട്ടനെ നമ്മളോട് പറയുകയാണ്, ഇപ്പോൾ എടാ നമ്മളിത് 6/8 വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു ടൈം പാറ്റേൺ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു റിതം സൈക്കിൾ നമുക്കിത് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫ്രം ദ വെരി ബിഗിനിങ് സ്റ്റേജ് കേട്ടോ. അപ്പോൾ ആ റെക്കോർഡിംഗ് ടൈമിൽ നമ്മളോട് ഇത് പറഞ്ഞു, ഇതാണ് താളം, നമുക്ക് ഈ ഒരു മൂഡ് പിടിക്കണം, നമുക്ക് ഈ ഒരു വൈബ് പിടിക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ നമ്മൾ സ്റ്റോറി ടെല്ലർ ബാൻഡിൽ ഇപ്പോൾ ഭദ്രേച്ച് പാടിയാലോ അല്ലെങ്കിൽ സുദീപേട്ടനാണെങ്കിലും അവർ നമ്മളെ ഏറ്റവും കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പാട്ടാണ് രാസയ്യോ. അപ്പോൾ ആ പാട്ട് എനിക്ക് ഭയങ്കര പേഴ്സണലി ഫേവറേറ്റ് ആണ്. അപ്പോൾ അതിനോടൊത്തൊരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അത്രയും ലെവലിലേക്ക് നമുക്കൊരു പാട്ട് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ചലഞ്ചാണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ കമ്പോസിഷൻ വരുന്ന സമയത്ത് എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ഇത് കൊള്ളാലോ, ഇത് നമുക്ക് ഏകദേശം അതിനോട് ഒത്തു നിൽക്കും, അല്ലെങ്കിൽ ആ ഒരു വൈബിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ആൾക്കാരെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കമ്പോസ് ചെയ്യുന്നത്. സോ ഈ പാട്ട് മൂളുമ്പോൾ തന്നെ സുദീപേട്ടൻ ചോദിച്ചാൽ നീ വായിച്ചോ, നീ എന്താണെന്ന് വെച്ചാൽ വായിച്ചോ, അതായത് പെർക്കഷൻ മൊത്തം നമ്മളങ്ങ് ഏൽപ്പിച്ചേക്കുക, എന്താണെന്ന് വെച്ചാൽ വായിച്ചോ. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെ ഇത് നമുക്ക് വെറൈറ്റി ആക്കാം. അപ്പോൾ ഈ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഒരു ഇങ്ങനൊരു ടോണുണ്ട്, അത് നമുക്ക് വേണേൽ ഷേക്കറി വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ പ്രോഗ്രാം ചെയ്യാം. പക്ഷേ ഇത് നമ്മളുടെ ജംബെ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്കിന്നിൽ വെറുതെ സ്ക്രാച്ച് ചെയ്യുന്നതാണ്. ആ സ്ക്രാച്ച് ചെയ്യുന്ന ടോൺ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് ഈ ഒരു പാട്ടിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ഈ പാട്ട് കേട്ട് വരും, അപ്പോൾ നമുക്ക് പാടി കഴിയുമ്പോൾ വേണേൽ ആ ഒരു എലമെൻറ്റോട് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു രസമുള്ളൊരു പ്രൊഡക്ഷനായിരുന്നു ഈ സമയത്ത് ഈ അത്തിമരത്തിലേക്ക് വരുമ്പോൾ. ബാക്കി എല്ലാ പാട്ടുകളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു. എന്നാൽ അതേപോലെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഒരു സ്പേസ് ആയിരുന്നു ആ പാട്ട്. തന്നെയല്ല ഭദ്രേച്ചിയുടെ വോക്കലൂടെ വരുമ്പോൾ അത് ഭയങ്കര രസമാണ്. കാര്യം വോക്കിനകത്ത് ഭദ്രേച്ച് ഭയങ്കര സ്ട്രോങ് ആണ്. അയ്യോ രക്ഷയില്ല, അത് സത്യമാണ്. എനിക്കിവിടെ മലയാളത്തിൽ തന്നെ അങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഒരു ഫോക്ക് സിംഗർ എന്ന് പറയുമ്പോൾ സിംഗറിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഞാനൊരു റിയാലിറ്റി ഷോയ്ക്കിടെ വരണത് ഈ ഒരു മ്യൂസിക് സീനിലേക്ക്. അപ്പം റിയാലിറ്റി ഷോയിൽ ഞാൻ പങ്കെടുക്കുമ്പം എന്നെ എല്ലാവരും ജഡ്ജസ് എല്ലാവരും വിളിച്ചിരുന്നത് കണ്ടംപററി സിംഗർ എന്നാണ്. ഞാൻ ആ പേരൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫോക്ക് പാടി തുടങ്ങിയത്. ഇപ്പൊ ഫോക്ക് സിംഗറായി. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിൽ ഇവിടെ ഇപ്പോൾ ഒരു കണ്ടംപററി സിംഗർ എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫോക്ക് സിംഗർ എന്നുള്ളൊരു ലേബലിലേക്ക് വരുമ്പോഴൊക്കെ എന്താ അറിയോ, എന്തും പരീക്ഷിക്കാൻ കൊടുക്കാം ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്നുള്ളൊരു പ്രോമിസും കൂടി കിട്ടുകയാണ്. കാരണം
അതൊരു നല്ല കാര്യല്ലേ? അതെ, അത് നമ്മൾ ചൂസ് ചെയ്യുന്നവർക്ക് അറിയാം അതെ. എന്താണ് നമ്മൾ കിട്ടുന്നത്. ഭദ്രയ്ക്ക് കൊടുത്താൽ ഭദ്ര ഇങ്ങനെ പലതരത്തിലുള്ള എക്സ്പെരിമെന്റുകളിലൂടെയും പോകാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളത് അറിയാൻ എന്താ പറ്റും. വെച്ചാൽ ഇപ്പം എം ജയചന്ദ്രൻ സാറിനെ വിളിക്കുമ്പം സാറ് പറയും ചിലപ്പോൾ വെസ്റ്റേണിഷ് രീതിയിൽ പാടാൻ പറയും, ചിലപ്പോൾ ഫോക്കായിരിക്കും, ചിലപ്പം പക്ക ക്ലാസിക്കൽ പോലത്തെ ആയിരിക്കും. സാറിനും ഐ മീൻ സാറിനെ പോലത്തെ ഒരാൾ അങ്ങനെ എന്നെ എക്സ്പെരിമെന്റ് ചെയ്യണമെങ്കിൽ അത്രയും വിശ്വാസം ഉള്ളത് കാരണമായിരിക്കും. അങ്ങനെ പലരും ഉണ്ട്. ഇപ്പം ഹൃദയത്തിലെ പാട്ട് എടുക്കുവാണെങ്കിൽ അത് ഇതുപോലെ ഒന്നുമല്ല ആ പാട്ടിരിക്കണം. പുതിയൊരു ലോകം എന്ന് പറഞ്ഞ പാട്ട് അതൊരു വേറൊരു പാട്ട്. അതെ 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 അതെ. അപ്പോ എന്തോ ഭാഗ്യം അത്ര. ആൻഡ് ഇതിന്റെ ഒരു വിഷ്വലിൽ നമുക്ക് മലയാളികൾക്ക് ഭയങ്കര പെട്ടെന്ന് രജിസ്റ്റർ ആവാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആക്ട്രസ് ഉണ്ട്. അഖിലയുടെ പ്രസൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആൽബത്തിലോ എന്നുള്ളൊരു തോട്ട് ഫസ്റ്റ് വരും. ആൻഡ് നമ്മൾ ഇതുവരെ അഖിലിനെ കാണാത്തൊരു എറ്റയറിലാണ് വരുന്നത്. അപ്പോ പ്രേമലൂലെ ആ കൂട്ടുകാരി ഇവിടെ ഇങ്ങനെ ഈ ഒരു ആൽബത്തിലെ ഹീറോയിനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയായിരുന്നു അഖിലിനെ ചൂസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? എനിക്കിത് ആക്ച്വലി പ്രദീപേട്ടനായിരുന്നു ഇത് എൻ്റെ അടുത്ത് പറയണത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഭദ്ര ചേച്ചിയായിരുന്നു പാടിയത്. സുദീപ് അലനാഥാണ് മ്യൂസിക്. വേറെ നോക്കണ്ട, അതിൽ വീണു ഞാൻ. അതെന്താ വെച്ചാൽ ഞാൻ ശരിക്കും ബാലയുടെ ഭയങ്കര ഫാനാണ്. ബാലയെ അതായത് എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഡൗൺ ആയിരിക്കുന്നിടത്തുനിന്ന് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഞാൻ ആ പാട്ട് കേൾക്കാറുണ്ട്. ബാല എപ്പോഴും എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കേൾക്കും. പിന്നെ അതിന്റെ റീപ്ലക്ട് വേർഷൻ ഒറിജിനലിനേക്കാൾ ഇഷ്ടം എനിക്ക് മറ്റേ മണവ്യാലക്ക് വരുന്ന ആ സാധനമാണ്. അതാണ് എനിക്കിഷ്ടം. പിന്നെ അതും പിന്നെ ചാരുലത പിന്നെ സ്ഥിരം ഞാൻ കരയാൻ വേണ്ടി കേൾക്കുന്നതാണ് സത്യം. അപ്പൊ ഞാൻ ലൊക്കേഷനിൽ ചെന്നിട്ട് ആദ്യം സുദീപേട്ടനെ കണ്ടപ്പോഴും ഞാൻ ഇതാണ് ആദ്യം പറഞ്ഞത്. ഇത് രണ്ടും എന്റെ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പിന്നെ എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഞാൻ നേരിട്ട് പാടിപ്പിച്ചു ബാലെ. അപ്പൊ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എനിക്ക്. ഭയങ്കര മൊമെന്റ് ആയിരുന്നു അതൊക്കെ. പിന്നെ സുദീപേട്ടനാന്ന് പറഞ്ഞപ്പോ പിന്നെ ഭയങ്കര പിന്നെ ഈ പാട്ടും കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു എന്താ പറയാ വൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ്. ഭയങ്കര താളമുണ്ട്. അതൊക്കെ കേട്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ തന്നെ ഒക്കെ പറഞ്ഞായിരുന്നു ഞാൻ. പശ്ചാത്തലം ഇങ്ങനെ പറഞ്ഞു വരുമ്പോ നമ്മള് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറിയ കുട്ടിയാണെങ്കിലും ആ കുട്ടി സ്വയം ഫൈറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു കാര്യം. നമ്മൾ ഇത് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ അഖിലയുടെ ക്യാരക്ടർ ആണെങ്കിലും അതിനൊരു ചെറുപ്പകാലം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയാണ് ഇതിന്റെ അടുത്ത ഭാഗം കൊണ്ടുപോകുന്നത്. കാരണം ആ കുട്ടികൾ പോലും അത്രയും സ്ട്രോങ് ആവണം എന്നുള്ളത്. ആ ഒരു കുട്ടീനെ ചൂസ് ചെയ്തതും ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഖിലിന് ഭയങ്കര റിസംബ്ലൻസ് ഉണ്ട് ആ കുട്ടിക്ക്, അല്ലേ? അത് മുഖം കഴുകിയിട്ട് ഇത് കാണണ ആ ഒരു ഇതില് റിഫ്ലക്ഷനിൽ ശരിക്കും നന്നായിട്ട് ശരിക്കും ഒരുപോലെ തോന്നുന്നുണ്ട്. അപ്പൊ അത്തിവരം ആൽബം കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് എല്ലാവരും യൂട്യൂബിൽ നിന്ന് എടുത്ത് കാണണം. ആൻഡ് അതിന്റെ കൂട്ടത്തിലുള്ള ഒരു സിംഗറാണ് നമ്മുടെ പ്രിയപ്പെട്ട HOD. എവിടുത്തെ HOD ആണ് പറയൂ? ഞാൻ മഹാരാജ് കോളേജിലാണ് വർക്ക് ചെയ്യണത്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് HOD ആണ്. ഓക്കെ, ശ്രീരഞ്ജിനി കോടമ്പള്ളി എന്നാണ്. അപ്പൊ ആ ഒരു മ്യൂസിക് ജേർണി ചിലപ്പോൾ പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പൊ ഒന്ന് ആ മ്യൂസിക് ജേർണിനെ കുറിച്ചൊന്ന് പറയോ? എങ്ങനെയാണ്, എന്തെല്ലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ ആക്ച്വലി കർണാട്ടിക് മ്യൂസീഷ്യനാണ്. കച്ചേരിയാണ് മുഖ്യമായിട്ട് നടത്തുന്നത്. ഇപ്പോൾ ബാൻഡുണ്ട്, ജുഗൽബന്ദികളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ശ്രീവത്സ സാറിൻ്റെ സംഗീത സംവിധാനത്തിലൊരു ഫിലിമിലും പാടിയിട്ടുണ്ട്. സ്വപാൻ എന്ന് പറഞ്ഞിട്ട് ജയറാമിൻ്റെ ഒരു മൂവിയിൽ പാടിയിട്ടുണ്ട്. അതെ, ശരി. ഓക്കെ ഓക്കെ. നിങ്ങളുടെ ഈ ഒരു ടീം ആയതൊക്കെ എത്ര കാലമായി? എങ്ങനെയാണ് ഇത്? സ്റ്റോറി ടെല്ലർ തൊട്ടിട്ടേ അങ്ങനെയാണോ അതല്ലെങ്കിൽ? അല്ല, ആക്ച്വലി ഞാനും അരവിന്ദും സുദീപും സ്റ്റോറി ടെല്ലറിന്റെ ഭാഗമാണ്. ഇപ്പൊ സൂക്ത എന്ന് പറഞ്ഞ ബാൻഡും എന്താ പറയാ അതിലും ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യണം. അവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഞങ്ങൾക്ക് ഉപ്പിടിയാണ്. ഞാനും ഭദ്രേച്ചിയും എന്താ പറയാ ഒരു 10-14 വർഷമായിട്ടുള്ള ഞങ്ങൾ രണ്ടുപേരും ഒരേ ഗുരുജിയുടെ സ്റ്റുഡൻസ് ആണ്. ചേച്ചി വോക്കലും ഞാൻ തബല. ഗുരുജി ഉസ്താദ് ഫയാസ് ഖാൻ സാബ്. ഓക്കെ, ഒരുമിച്ച് മ്യൂസിക്കലി വളർന്നു. അതുപോലെ ഇപ്പോൾ ഭദ്ര സുദീപ് ആ കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ കാലങ്ങളായി കാണുന്നതാണ്. ഇപ്പൊ മ്യൂസിക് മോജോന്റെ തന്നെ പാട്ടുകളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്ത പാട്ടുകൾ കുറവായിരിക്കും. നിങ്ങളുണ്ടെങ്കിൽ രണ്ടുപേരുണ്ടായിരിക്കും മിക്കപ്പോഴും. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സിനിമയിലാണെങ്കിലും ഇപ്പോൾ ഏതൊരു ആർട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് പറ്റുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു പവറാണ്. സോ അബൌട്ട് ദാറ്റ് കോമ്പിനേഷൻ ഒന്ന് പറയുമോ? ആക്ച്വലി ഞാനും സുദീപും ഞങ്ങളുടെ ഫസ്റ്റ് ബാൻഡ് സ്റ്റോറി ടെല്ലർ അല്ല. ഞങ്ങള് നേരത്തെ പാലക്കാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ദിലീപ് എന്ന് പറഞ്ഞൊരു ചേട്ടന്റെ ഒരു ബാൻഡിൽ ഞങ്ങൾ പാടിയിട്ടുണ്ടായിരുന്നു. സുദീപിനെ ഞാൻ അവിടെ വെച്ചാണ് ആദ്യം മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ബാൻഡിലൊരു ഫിലിം സോങ്സ് ആണ് എല്ലാം ചെയ്യാറ്. എപ്പോഴും നമ്മൾ പ്രോഗ്രാംസ് ചെയ്യാറ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കംബാക്കും ആ ഒരു ബാൻഡിലേക്കുള്ള ഒരു വരവും ആ ബാൻഡിലേക്ക് കൂടെ ആയിരുന്നു. അതുവരെ ഞാൻ ബാൻഡ്സിൽ ഒന്നിലും പാടിയിട്ടോ ഒന്നുമില്ല.
അപ്പോൾ അവിടെ വെച്ചാണ് സുദീപിനെ ഞാൻ പരിചയപ്പെടുന്നതും. ഐ തിങ്ക് 10th ആനിവേഴ്സറി കഴിഞ്ഞു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ. ശരി. 2014 സുദീപിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണത്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ജസ്റ്റ് സിംഗേഴ്സ് മാത്രമായിരുന്നു. അത് പിന്നീട് ഞങ്ങള് മ്യൂസിക്കലിയും ഞങ്ങൾ ഒരുമിച്ച് ഒരേ എന്താ പറയാ, നമ്മള് ബാൻഡിലിരിക്കുമ്പം സംസാരിക്കും. ഇപ്പൊ സുദീപ് ആണെങ്കിലും വരണ ബാക്ക്ഗ്രൗണ്ട് ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, ഞാൻ വരുന്നത് ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ആ ഒരു ചേർച്ചയുണ്ടല്ലോ, എവിടേക്കോ ഞങ്ങൾ തമ്മിലൊരു ചേർച്ചയുണ്ട് ആ കാര്യത്തില്. പിന്നെ രണ്ടുപേരും നൊസ്റ്റാൾജിയുടെ വൻമരങ്ങളാണ്. ശരിക്കും സുദീപിനെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഞാനും സുദീപും ചെറുപ്രായം തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടുള്ള ഫ്രണ്ട്സാണ്. സുദീപ് പണ്ട് കച്ചേരി ചെയ്യുമ്പോൾ ഞാൻ വയലിൻ വായിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. അന്ന് തൊട്ടുള്ള ബന്ധമാണ്. അപ്പൊ നിങ്ങളെക്കാളൊക്കെ മുന്നേ സീനിയോറിറ്റി എനിക്കാണ്. അപ്പൊ അങ്ങനെയാണ് സുദീപിന്റെ അടുത്ത്. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഏകദേശം ഒരേപോലത്തെ തോട്ട്സ് ആണ്, മ്യൂസിക്കിലെ ഒരേപോലത്തെ തോട്ട്സ് ആണ്. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചതാണ് നമുക്ക് എന്തുകൊണ്ട് നമുക്കൊരു ഇൻഡിപെൻഡന്റ് ബാൻഡ് തുടങ്ങിക്കൂടെ. ഇത്രയും കാലം ഫിലിം സോങ്സ് ആണല്ലോ പാടി, ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് അതെ മ്യൂസിക് മോജോയിൽ അവസരം കിട്ടണതും. അങ്ങനെ മ്യൂസിക് മോജോയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യം സ്റ്റോറി ടെല്ലർ ഉണ്ടാവണത്. അത് ശരി. ഞാൻ ഫസ്റ്റ് എന്താ പറയാ മ്യൂസിക് മോജോ സെഷനൊക്കെ ചെയ്തപ്പോഴാണ് നമ്മളൊരു ഇൻഡിപെൻഡന്റ് ബാൻഡ് ആയിട്ട് ഫോം ചെയ്തത്. മ്യൂസിക് മോജോന്റെ വലിയൊരു ഫാനാണ്. എനിക്കറിയാം ഒരുപാട് ഫാൻസ് ഇപ്പോഴും ഉണ്ട് മ്യൂസിക് മോജോന്റെ. ഇപ്പോഴും പഴയ പാട്ടുകളൊക്കെ ഒരുപാട് പേരെടുത്ത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിലെ ഒരു പാട്ട് ഞാൻ പാടുന്നില്ല മ്യൂസിക് മോജോയിൽ, ഇത് വേണ്ട എന്ന് പറഞ്ഞ ആളാണ് സിംഗർ ഭദ്ര. പക്ഷെ ആ പാട്ടാണെങ്കിലോ ഒടുക്കത്തെ ഹിറ്റുമായി. ഏതാണ് ആ പാട്ട്? 30 million വ്യൂസ് അടിച്ചു. ഇപ്പോഴും എനിക്ക് അറിയില്ല എങ്ങനെയാ പാട്ടിന് ഇത്ര വ്യൂസ് വന്നു. രാസയ്യോ 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 രാജ രാസയ്യാരോ രാജകുമാരക രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക ರಾಸಯ್ಯಯ್ಯೋ ರಾಜ ರಾಸಯ್ಯಾರೋ ರಾಜಕುಮಾರಗ ಇಲ್ಲಿ ಮುಳ್ಳೋ ನಾರಗ ಮುಳ್ಳೋ ಶೇಷಂವಾಗ ಮಮ ನಾರಗ ತೊವ್ವೋ ಇಲ್ಲಿ ಮುಳ್ಳೋ ನಾರಗ ಮುಳ್ಳೋ ಶೇಷಂವಾಗ ಮಮ ನಾರಗ ತೊವ್ವೋ ರಾಸಯ್ಯಯ್ಯೋ ರಾಜ ರಾಸಯ್ಯಾರೋ ರಾಜಕುಮಾರಗ ರಾಸಯ್ಯಯ್ಯೋ ರಾಜ ರಾಸಯ್ಯಾರೋ ರಾಜಕುಮಾರಗ ಕುತ್ತುಳ್ಳುಗುಳ ಗುದಿರಿಯ ನೋಡಾಲಿಲ್ಲಿ ನಿಮ್ಮ ದಾರಿಗ ನನ್ನನ್ನ ನಿನ್ನನ್ನ ನೀಳೆ ಕುತ್ತುಳ್ಳುಗುಳ ಗುದಿರಿಯ ನೋಡಾಲಿಲ್ಲಿನೇ ಕುತ್ತುಳ್ಳುಗುಳ ಗುದಿರಿಯ ನೋಡಾಲಿಲ್ಲಿ ನಿಮ್ಮ ದಾರಿಗ ನನ್ನನ್ನ ನಿನ್ನನ್ನ ನೀಳೆ ಕುತ್ತುಳ್ಳುಗುಳ ಗುದಿರಿಯ ನೋಡಾಲಿಲ್ಲಿನೇ ದೇಶಂ ತಾಳೋ ರಾಜ ದೇಶಂ ತಾಳಾಳೋ ರಾಜಕುಮಾರಗ ದೇಶಂ ತಾಳೋ ರಾಜ ದೇಶಂ ತಾಳಾಳೋ ರಾಜಕುಮಾರಗ ರಾಸಯ್ಯಯ್ಯೋ ರಾಜ ರಾಸಯ್ಯಾರೋ ರಾಜಕುಮಾರಗ ರಾಸಯ್ಯಯ್ಯೋ ರಾಜ ರಾಸಯ್ಯಾರೋ ರಾಜകുമാരക. ഇതൊക്കെ പിടിച്ചൊരു ഉമ്മ വരാൻ തോന്നുന്നു. അത്രയ്ക്ക് രസമാണ്. അയ്യോ, പക്ഷെ എന്നെ അന്ന് കണ്ട ആൾക്കാർക്ക് ഒന്നും ഇപ്പൊ എന്നെ കണ്ടാൽ തിരിച്ചറിയില്ല. ആ ഒരു സങ്കടം എനിക്ക്. അത് പാടിയ ആ ആളാണ് ഇരിക്കുന്നത്, രാസയ്യോന്റെ ആളാണ് ഇരിക്കുന്നത്. ഇനി ഡൗട്ട് വേണ്ട, ഇഷ്ടം പോലെ പാട്ടുകൾ നമുക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. പക്ഷെ രാസയ്യോ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. പാടില്ലെങ്കിൽ എന്തൊരു കഷ്ടമായിരിക്കും ഞാൻ ആലോചിക്കുക. ഞാനും വിചാരിക്കാറുണ്ട് ഇതൊക്കെ പുറം ലോകത്തേക്ക് വരണ്ടേ. അഖിലയുടെ ക്യാരക്ടർ കാർ ഇറങ്ങി വരികയാണ് മരത്തിന്റെ ലോകത്തേക്ക്, അല്ലെങ്കിൽ ആ കാട്ടിലേക്ക് വരികയാണ്. ഈ കാട് എവിടെയാണ്? എന്തൊരു ഭംഗിയാണ് ലൊക്കേഷൻ കാണാൻ. കൊറേ പേര് ചോദിച്ചു കേട്ടോ ലൊക്കേഷൻ എവിടെയാണ്. ചിമ്മിനി ഡാം തൃശ്ശൂർ ജില്ലയിൽ. ഓക്കെ, അപ്പൊ അത് ആ ഒരു സെലക്ഷൻ അതെങ്ങനെയായിരുന്നു? അവിടെ ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു മൊത്തത്തിലുള്ള അവസ്ഥ? മൊത്തത്തിൽ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ഭയങ്കരമായിട്ട് ഒഫീഷ്യലിന്റെ ലൈക്ക് പെർമിഷൻസും കാര്യങ്ങളും വേണ്ടി വന്നിരുന്നു. പിന്നെ നമുക്ക് വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ലൈക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ ഏരിയയിൽ. പിന്നെ അപ്പം ലൊക്കേഷൻ ചൂസ് ചെയ്ത് പ്രദീപേട്ടനും നമ്മളുടെ ക്യാമറ ടീമുണ്ട്, അമോഷാണ് ഇതിൻ്റെ മെയിനായിട്ട് മൊത്തം ഐഡിയലായിട്ട് പറയുന്നത് എവിടെ വേണം, നമുക്ക് എവിടെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ അമോഷനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ നല്ലൊരു സെലക്ഷൻ ആയിരുന്നു. കാരണം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടും ഉൾക്കാട്ടിലേക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യാനും ഉണ്ട്, പിന്നെ ഡ്രൈവ് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഉള്ളിലേക്ക് നടക്കാനും ഉണ്ട്. അപ്പം അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത് എക്സ്പീരിയൻസിനെ പറ്റി നമ്മളെക്കാളും പറയാൻ നല്ല അഖിലേക്കായിരിക്കും. പല സിനിമകളിലേക്ക് ഭാഗമാകും. 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു ഈ കാട്ടിൽ. ഷൂട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു? ഷൂട്ട് 2 ദിവസമായിരുന്നു. അത് എന്താ വെച്ചാൽ ഒന്നാമത് നമുക്ക് റേഞ്ച് ഇല്ല. ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് എന്താ പറയാ, അപ്പൊ അവിടെ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ
റേഞ്ച് കട്ടാ. പിന്നെ അത് കാടിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തീരെയില്ല. അപ്പോൾ 2 ദിവസം ഞങ്ങള് പുറത്ത്, ഞങ്ങളിങ്ങനെ പറയാം ഇനി പുറത്ത് ലോകത്ത് എന്താണോ സംഭവിച്ചത്, പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും, അങ്ങനെയായിരുന്നു ഞങ്ങൾ. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ കാടിൻ്റെ ഉള്ളിലോട്ട് ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്ത് ഡ്രൈവ് ചെയ്യാണ്ട്, അവിടുന്നും കാടിൻ്റെ ഉള്ളിലൂടെ നടന്ന ഒരു 2 കിലോമീറ്റർ ഞങ്ങൾ ഉള്ളിലോട്ട് പോയി ഷൂട്ട് ചെയ്തായിരുന്നു. പിന്നെ ഇതിൽ കാണുന്ന വെള്ളച്ചാട്ടം അതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെന്താ വെച്ചാൽ കുറെ പാമ്പാണ് മെയിൻ. ഞങ്ങള് ചുമ്മാ നടന്നു അവിടെ മെയിൻ അവിടെ ഉള്ള ആൾക്കാരുണ്ടാവും, ട്രൈബ്സ്, അവരുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഗൈഡൻസിന് വേണ്ടി. പിന്നെ ഫോറസ്റ്റ് ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ ഫ്രണ്ടിൽ പോകും, ഞങ്ങളിങ്ങനെ കാടൊക്കെ നോക്കി ആസ്വദിച്ചു പോകുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആവും എല്ലാവരും. അപ്പൊ ഇതെന്താ സംഭവം, ഇതേ പാമ്പ് എവിടെ കാണുന്നില്ലല്ലോ, ഇത് ഇലയല്ലേ, ഉണങ്ങിയ ഇല അല്ല പാമ്പ്. അപ്പൊ അതിനെ തൊടുമ്പോ അതങ്ങ് പോകും. ഇലയുടെ ഷേപ്പിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കായിരിക്കും കുഞ്ഞു പാമ്പ്, മനസ്സിലാവില്ല. ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പുറത്തെ പാമ്പൊക്കെ ഉണ്ടാവും. പിന്നെ പച്ചില പാമ്പ്, അങ്ങനെയുള്ള കുറെ വെറൈറ്റീസ് ഓഫ് പാമ്പിനെ കണ്ടു നമ്മള്. പേടിയൊന്നായില്ലേ? പേടിയായോ, അങ്ങനെയായിരുന്നു. പിന്നെ ഭയങ്കര രസമാണ് കാടിൻ്റെ ഉള്ളിൽ. പിന്നെ ചീവീടിന്റെ സൗണ്ട് ഭയങ്കര, ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ അത് മാത്രമേ കേൾക്കുള്ളൂ അല്ലേ? നന്നായിട്ട് അത് മാത്രം കേൾക്കും. കുരങ്ങന്മാരുണ്ടായിരുന്നു? കുരങ്ങന്മാരൊന്നും കണ്ടില്ല. നമ്മള് ഷൂട്ട് ചെയ്ത് നമ്മുടെ ലൊക്കേഷൻ ആദ്യം ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് മാറിയിട്ട്. അപ്പം കുറച്ച് നമ്മൾ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയാ കുറച്ചു നേരം മുമ്പ് അപ്പുറത്തെ അതിക്കടെ ആന പോയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ചിങ്ങോട്ട് മാറ്റിട്ടോ ലൊക്കേഷൻ. അതോടുകൂടി ഞങ്ങളുടെ വലിയ കാര്യത്തിന് പാട്ടൊക്കെ പാടുമ്പോ ഹലോ നമുക്ക് ഇതിലോട്ട് ഓടാൻ പറ്റുമോ? കാരണം ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഉണ്ട്, ബാക്കി പ്രൊഡക്ഷൻ ടീമിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാവരുടെയും ഡ്രസ്സിംഗ് ഒക്കെ നല്ല ഒരു നേച്ചറിനോട് നല്ല കണക്ട് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് സെലക്ട് ചെയ്ത്. അത് ശരി. പിന്നെ വിഷ്വലി എന്റെ വീഡിയോ ആയിട്ട് നോക്കുമ്പോൾ അത് അമോഷനും നമ്മുടെ ഡയറക്ടർ ഉണ്ടല്ലോ ഷാരോൺ, അപ്പൊ എല്ലാവർക്കും അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നന്നായിട്ടുണ്ട്. ആ പൊസിഷനിങ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളിലും ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ അവരോട് പക്കായിട്ട് ചെയ്തു. കാടാണെങ്കിൽ കൂടെ ആ കാടിനെ ഇത്രയും ഭംഗിയിൽ എത്തിക്കുന്നത് ശരിക്കും ക്യാമറാമാന്റെ കഴിവെന്ന്. ആമോഷ് ഭയങ്കര ഡയറക്ടർ ആയിരുന്നു, ഷാരോൺ ആണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സുദീപിന്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടല്ലോ, അതെന്താ സംഭവം? അതാണത്? ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അത് തന്നെയാണോ ഇത്? അതല്ല വേറൊരു സാധനം. ഞാൻ ഇതെല്ലാം ഞാൻ കണ്ടത്. ഇത് കയ്യില് കസു. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ പേരെന്താ? ഇത് നമ്മൾ പെർക്കഷൻസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന. അത് കൊള്ളാം. നമുക്ക് എന്നാലും അത്തിമരത്തിന്റെ കുറച്ച് വരികൾ കേട്ടാലോ? എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് ആണ് എടുക്കാനുള്ളത്? ചൊക്കെ എടുത്തോളൂ. നമുക്കൊരു ഗിറ്റാറോടെ വേണമായിരുന്നു, ഗിറ്റാറിസ്റ്റ് അവൈലബിൾ അല്ല. അനുരാഗാണ് വായിച്ചിരിക്കുന്നത്. അനുരാഗ്, പിന്നെ അഭിജിത്ത് ഏട്ടൻ, പിന്നെ ഡ്രംസ് വായിച്ചിരിക്കുന്നത് നക്കീബ്, കീബോർഡ് രാമു, ഞാൻ തന്നെ പെർക്കഷൻസ്. ഇവരെല്ലാം തന്നെ. അഭിജിത്ത് ഉണ്ട് വോക്കൽസിൽ, പിന്നെ ബാക്കിംഗ് വോക്കൽസ് ഉണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ക്രൂ. ബേസിക്കലി നമ്മുടെ സൂക്ത ബാൻഡിൽ വരുന്നത് ഇപ്പോൾ സുദീപേട്ടൻ, ഭദ്രേച്ചി, ശ്രീൻ ചേച്ചി, അഭിജിത്ത് ദാമോദരൻ. പിന്നെ ബാൻഡിൽ നക്കീബ്, അഭിജിത്ത് ശ്രീനിവാസൻ, അനുരാഗ്, ഞാൻ, പിന്നെ രാമു ഉണ്ട്, പിന്നെ പ്രഷ്യസ് ഉണ്ട്. അങ്ങനെ ഒരു ടീം ഉണ്ട് നമുക്ക്. അതെ അതെ, കുറച്ചുപേരുടെ ആബ്സെൻസ് ഉണ്ട്, കാര്യം എല്ലാവരും ബിസിയാണ്. അതുകൊണ്ടാണ് എല്ലാവരും അവരെ കൂടി നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വീഡിയോയിൽ ആക്ച്വലി അനുരാഗിനെ കാണിക്കുന്നത്. അതെ, ഗിറ്റാർ വായിക്കുന്ന അനുരാഗാണ്. ശരി, ഓക്കെ ഓക്കെ. അപ്പൊ എന്നാ പാടിയാലോ? അഭിനയിക്കണോ അഖില കൂടെ? കാറും ഇല്ലാത്തോണ്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ. അത്തിമരം പൂക്കാറുണ്ടേ, കത്തി വരുന്നൊരു സൂര്യനുമുണ്ടേ, ചെമ്പരുന്തു പാറാറുണ്ടേ, ചൂരൽ പിണഞ്ഞു പിടയ്ക്കാറുണ്ടേ, മാരിക്കാറ് തോരുമ്പോഴെന്നും പൊന്നിൻ തലപ്പുകൾ നീട്ടാറുണ്ടേ, തോളുരുമി നിൽക്കുമ്പോൾ ഒന്നായി നെഞ്ചിൻ തുടിപ്പുകൾ കേൾക്കാറുണ്ടേ. അത്തിമരം പൂക്കാറുണ്ടേ, കത്തി വരുന്നൊരു സൂര്യനുമുണ്ടേ, ചെമ്പരുന്തു പാറാറുണ്ടേ, ചൂരൽ പിണഞ്ഞു പിടയ്ക്കാറുണ്ടേ, കുന്നോളം കേറി ഇറങ്ങി മറിഞ്ഞ് കറങ്ങി പിറന്നോൾ പെണ്ണാടേ, കാട്ടോരോ ചെടി പാടി മണ്ണിൻ ചൂടും മാടി കണ്ണാടേ, കലമ്പിക്കരഞ്ഞ് കലങ്ങിയ മുത്തണിക്കൊമ്പും മുറിഞ്ഞൊരു നാളിലും കണ്ണീരിനാറ് അലച്ച് തിളച്ചത് 2 കരകളെ നൊമ്പരത്തിയായി മൂവന്തിയേറ്റത്തിൽ ഒരില പൂവാങ്കുരുന്നില നൊമ്പരത്താരില കണ്ണുമടച്ചെ മടങ്ങുന്ന നാമ്പുകൾ എന്തോരെണ്ണം. നത്ത്
നത്ത് കലമ്പിക്കരഞ്ഞു കലങ്ങിയ മുത്തണിക്കൊമ്പും മുറിഞ്ഞൊരു നാളിലും കണ്ണീരിനാറ് അലച്ച് തിളച്ചത് രണ്ട് കരകളെ നൊമ്പരത്തിയായി മൂവന്തിയേറ്റത്തിൽ ഒരില ഇരില പൂവാങ്കുരുന്നില നൊമ്പരത്താരില കണ്ണുമടച്ചെ മടങ്ങുന്ന നാമ്പുകൾ എന്തോരെണ്ണം എന്തോരെണ്ണം. സൂപ്പർ സൂപ്പർ. അതിപ്പോ നമ്മൾ നേരത്തെ റെക്കോർഡിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ, ലൈക്ക് ഈ പാട്ട് മേക്ക് ചെയ്ത് വരുന്ന കാര്യം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ലൈക്ക് ഭയങ്കരമായിട്ട് ഫ്രീഡം തരുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഈ പോർഷൻ ഉള്ളു, ഇപ്പം ഈ ഒന്ന് പഠിച്ചു നത്ത് കലമ്പിക്കരഞ്ഞു നമ്മൾ വൈബ് ചെയ്യുന്ന സ്പോട്ടല്ലേ, കൊമ്പും മുറിഞ്ഞൊരു നാളിലും കണ്ണീരിനാറ് അലച്ച് ആണല്ലോ. അപ്പൊ ഈ പാട്ടിന്റെ തന്നെ നമ്മൾ ട്രാക്ക് കേൾക്കുമ്പോ അതിനിടയ്ക്ക് ഒരു ഹോയ് ഒരു സാധനം കേൾക്കുന്നില്ലേ? ഓക്കെ. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇത് ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്ത സാധനമൊന്നും അല്ല. നമ്മൾ റെക്കോർഡിംഗ് അത് സമയത്ത് അരവിന്ദിന്റെ ചിരിയ. അരവിന്ദ് എപ്പോഴും ചിരിച്ചു, പക്ഷെ അത് നല്ല രസമായിട്ട് തോന്നി. അപ്പൊ സുദീപ് അതെടുത്തിട്ടോ. അതാ പാട്ടെടുത്തു. സത്യം അതെയോ? ഇതിനു വേണ്ടി ചിരിച്ചതല്ലേ? ഇതിനു വേണ്ടി ചിരിച്ചല്ല. ഇവര് വർത്താനം ഞങ്ങൾ റെക്കോർഡിംഗ് സമയത്ത് ഭയങ്കര ഫണ്ണായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തോ ഒരു തമാശ പറഞ്ഞപ്പോൾ ചിരിച്ച സാധനം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കൊള്ളാലോടാ കണ്ട. ഇപ്പൊ ഇത് കേട്ടില്ലേ, ഈ സാധനം വന്നില്ലേ, ഇത് ഇങ്ങനെ തന്നെ വന്നിട്ട് ഒന്നുകൂടെ ചെയ്യിപ്പിച്ചേ, ഒന്നുകൂടെ കേട്. അപ്പൊ ഇത് അല്ല ഹോയ് ഞാൻ അവിടെ ഇട്ടായിരുന്നു. ഇങ്ങനെ വെച്ചപ്പോ ഇത് നമുക്കിടെ പാട്ടിനെടുക്കാം. കൊള്ളാലോ. എനിക്ക് സ്പെഷ്യൽ ആയിട്ടൊന്ന് കേൾക്കണം. ഇനി കേട്ട് നോക്കി, ഇനി കേട്ട് മനസ്സിലാവും. അവസാനിക്കുന്നത് ആ ചിരിയില്ല. എനിക്ക് തോന്നും അനുരാഗ് എന്നുള്ള ആ ഒരു സീരീസ് അതിന്റെ ഏറ്റവും കൂടുതൽ നമ്മളെ റീൽസിലൂടെയൊക്കെയാണ് അതിന്റെ ക്ലിപ്പിംഗ്സ് വരുന്നത്. ഇതേതാ എന്നുള്ള ചോദ്യം അതിന്റെ അടിയിൽ വരികയും കൂടുതൽ ആൾക്കാരെ കാണുകയും ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമുള്ള ഒരു സീരീസ് ആയിരുന്നു. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയായിരിക്കും വന്നേ? അതും റീൽസ് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ റീൽസ് കണ്ടിട്ടാണ്? അതെ അതെ, ഞാനും ഹസ്ബൻഡും കൂടെ റീൽസ് ചെയ്തിടുമ്പോ അത് കണ്ടിട്ടാണ് ഞാൻ അതിലോട്ട് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ, അതായത് അതിന് മുന്നേ ഞാൻ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിച്ചിട്ടോ ഒന്നുമില്ല. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അനുരാഗ്. അപ്പൊ പിന്നെ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല, നമ്മുടെ സ്ലാങ് തന്നെ ആയതുകൊണ്ട് ആ ഒരു ഇതിൽ പറഞ്ഞു. പിന്നെ നീതു എന്ന് പറയുന്ന ക്യാരക്ടർ ഞാനും നല്ല സിമിലാരിറ്റി ഉണ്ട് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും. എന്റെ തുണികളൊക്കെ അതൊക്കെയാണ്. അപ്പൊ എന്റെ അമ്മയും ഞാനും ഏകദേശം അതുപോലെ തന്നെയാണ് വീട്ടിൽ. അപ്പൊ അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടില്ല. അനിയത്തിയായി അഭിനയിച്ച കുട്ടി അടിപൊളിയായിരുന്നു. അത് അഭിനയിക്കില്ല, ജീവിക്കായിരുന്നു. അതുപോലെ പ്രേമലൂലേക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ഇത് വന്നേ? പ്രേമലൂലും ഓഡീഷൻ വഴിയാണ്. ഗിരീശേട്ടൻ ഇപ്പോ നമ്മുടെ അനുരാഗിന്റെ പ്രൊഡ്യൂസർ ഗിരീശേട്ടനായിരുന്നു. പിന്നെ അതുപോലെ പൂവനിലും ഗിരീശേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രേമലുവിന്റെ ഓഡീഷൻ ചെയ്തു, പിന്നെ സെലക്ട് ആണെന്ന് പറഞ്ഞു. അങ്ങനെ അത് പക്ഷേ ഒരു ലൈഫ് ചേഞ്ചിങ് സിനിമ തന്നെയായിരുന്നു അല്ലേ? അതെ അതെ. ഓ മൈ ഗോഡ്. ഇപ്പൊ സൂക്ഷ്മദർശിനിയുടെ പോസ്റ്ററിൽ കണ്ടല്ലോ ബേസിൽ, നസ്രിയ, ഇതൊക്കെ ആക്ച്വലി എനിക്ക് തോന്നുന്നു സിനിമയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ആൾക്കാരാണ്. പിന്നെ മെയിനായിട്ട് ഹാപ്പി അവേഴ്സ് ആണ് ഇവിടെ. സമീർ താഹിറാണ്. എനിക്ക് ഇവരൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലെ ഇവരുടെ കൂടെ വർക്ക് ചെയ്യും. അതായത് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇത്ര പെട്ടെന്ന് ഇവരുടെ കൂടെ ഒന്നും വർക്ക് ചെയ്യാം. ഷൈജു ഖാലിദ്, അതുപോലെ സമീർ താഹിർ, ഇവരെ ഒന്നും കാണാൻ പറ്റുന്നോ നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു ഭയങ്കര സർപ്രൈസ് എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ പ്രേമലു ഇറങ്ങിയതിന് ശേഷം തന്നെ രാജമൗലി സാറിനെ കണ്ടു. ഒന്നിച്ച് സംസാരിക്കാൻ പറ്റി. ഫഫേനെ കണ്ടു. ഇതൊക്കെയാണ്. പിന്നെ ബേസിലായിട്ട് നസ്രി ചേച്ചിയുടെ ഒക്കെ ഭയങ്കര ഫാനാണ് ഞാൻ. ഇപ്പം ഓം ശാന്തി ഓശാന അതൊക്കെയാണെങ്കിലും സ്ഥിരം ഇരുന്ന് കാണുന്ന ഒരാളാണ്. അപ്പം ഇവരുടെ കൂടെ നേരിട്ട് കാണാൻ പറ്റി എന്നൊക്കെ ഉള്ളതാണ് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്. ഫസ്റ്റ് ഇവരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നിന്ന് നോക്കും, ഓ ഞാനിപ്പോ എവിടെയാ കാണുന്നു, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇവരൊക്കെ കാണുന്നു. പിന്നെ ഭയങ്കര ഒരു മൊമെന്റ് ആണ് ഇതൊക്കെ. എല്ലാം മേടിച്ച് സെറ്റ് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ. അല്ല, ആ ചേഞ്ച് കണ്ടിരുന്നു ഞാൻ. നിങ്ങള് അഖില സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ റീൽസ് നോട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ അതിൽ ഫസ്റ്റത്തേതിനേക്കാളും പിന്നെ ഭയങ്കര പെർഫെക്ഷനും ശരിക്കും സിനിമാറ്റിക് ആയി മാറിയല്ല. അപ്പൊ അത് ഓർമ്മയുണ്ട് എനിക്ക്. എഫേർട്ട് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. റിസൾട്ട് ഇപ്പൊ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. അല്ല, രാഹുൽ ചോദിക്കുന്നുണ്ടോ, അല്ല ഇതിപ്പോ രണ്ടുപേരും കൂടി തുടങ്ങിയ കൂട്ടുകൃഷിയാണല്ലോ, നീ മാത്രം ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയി, ഞാൻ മാത്രം എവിടെയെങ്കിലൊക്കെ ചെറുതായിട്ടൊക്കെ വരുന്നു എന്നല്ലാണ്ട് അങ്ങനെ ചോദിക്കണ്ടോ? ഓപ്പർച്യൂണിറ്റീസ് കിട്ടി തുടങ്ങിയോ? കിട്ടുന്നുണ്ട്. പിന്നെ അധികം സിനിമയിലോട്ട് അഭിനയിക്കണം എന്നുള്ള വലിയ ഇതൊന്നുമില്ല, ആഗ്രഹങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ സൈഡായി നിൽക്കുന്നു. അതെ, ഫയർഫോഴ്സിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അഖില എന്നുള്ള ആക്ട്രസിനെ കിട്ടിയത്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു അത്തിമരം എന്നുള്ള ആൽബത്തിന്റെ മെയിൻ ക്യാരക്ടറാണ്, മെയിൻ ലീഡാണ്. ആളിങ്ങനെ കാട്ടിലേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പൊ ആ ആൽബം എന്താണെങ്കിലും എല്ലാവരും ഒരിക്കൽ കൂടെ കണ്ടിട്ടില്ലാത്തവർ കാണുക, കണ്ടവർ വീണ്ടും റിപ്പീറ്റ് വാച്ച് ചെയ്യുക. ഇനിയും ആൾക്കാരിലേക്ക് എത്താൻ തോന്നിയിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണ്? ഒറ്റ വാക്കിൽ പറയാം, തെയ്യം. ഫോർ സ്റ്റോറി ടെല്ലേഴ്സ്
തെയ്യം ഇസ് ഫേവറേറ്റ് ആണ്. അതിന്റെ ലിറിക്സ് എഴുതിയ ആൾക്കും ഒരു ക്രെഡിറ്റ് കൊടുക്കണം അല്ലേ? ആക്ച്വലി ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ചാരുലതയെ പറ്റി പറയുമ്പോൾ അവിടെ സുദീപേട്ടനെയും പറയണം, ശ്രുതി ചേച്ചിയും പറയണം, ശ്രുതി ശരണ്യ. അപ്പൊ ഇവരുടെ ഈ കോംബോ, കോമ്പിനേഷൻ, അതേ കോംബോ ആണ് നമ്മൾ തെയ്യത്തിന് വർക്ക് ചെയ്തിരുന്നത്. അതായത് ഇതിന്റെ ലിറിക്സ് എഴുതിക്കുന്ന ശ്രുതി ചേച്ചിയാ. എങ്ങനെ അങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവില്ല, അത്രയ്ക്ക് ക്വാളിറ്റിയാണ്. അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു? ആക്ച്വലി ഞാൻ ശ്രുതി ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, തെയ്യത്തിനെ പറ്റി അറിഞ്ഞിട്ടാണോ എഴുതിയത്, ചേച്ചിക്ക് അറിയായിരുന്നു? അപ്പൊ എൻ്റെ അടുത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു, ജസ്റ്റ് റെഫർ ചെയ്തു എഴുതി. ഞാനിങ്ങനെ എന്റെ എന്നിട്ട് ആ വരികളും അതിന്റെ മ്യൂസിക് ഉണ്ടല്ലോ, എനിക്കൊരു ഹാഫ് ആൻ അവർ 1 hourന്റെ ഉള്ളിലൊക്കെ എഴുതി തീർക്കണമായിരിക്കും. എങ്ങനെ എഴുതാൻ പറ്റണമെന്ന് അതെന്തോ ഒരു ഭയങ്കര സംഭവം. തെയ്യൊന്ന് പാടുവോ? ആ തെയ്യൊന്ന് പാടുവോ പറഞ്ഞ പോലെ. വീരർക്കാവിൻ പുഴനീരിൽ കളിയാട്ടത്താർ ഞാൻ കണ്ടേൻ, ഏഴിയരങ്ങൾ ഉയിർത്തോറ്റും അന്തിത്തോറ്റം ഞാൻ കേട്ടേ, മെയ്യെഴുതും ചാന്ത് ചായില്യോം കുമിഴോലയും കണ്ടേൻ, വെഞ്ചെന്നി മലർത്തൊങ്ങൽ കണ്ടേൻ, പൊന്നിൻ വൈരിതളച്ചാർത്താലേ ഓ അത്തിത്തൂകിലാട കണ്ടേൻ, തായിപ്പരത്തേവിയെ കണ്ടേൻ, ശക്തിയമ്മ കഴകിയെ കണ്ടേൻ, വരവിളി കേട്ടേൻ, 4 പൊന്നിന്നന്താർ വിളക്കു വച്ച് ആദിമൂലമായിരിപ്പോരു ദേവി, പൊലിക നീ നിറക നീ ഉറഞ്ഞുള്ളിൽ നിറക ദേവി, പോലിക പോലിക ജനമേ പരദൈവം പൊലിക നീണാൾ പൊലിക, പന്തൽ പോലിക 16 അഴകിയ കാപ്പന്തൽ പോലിക മരം പോലിക, പൊലിക പോലിക പോലിക ജനമേ പരദൈവം പൊലിക നീണാൾ പൊലിക, പന്തൽ പോലിക 16 അഴകിയ കാപ്പന്തൽ പോലിക മരം പോലിക. എനിവേ നമ്മുടെ HOD ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. HODയുടെ പാട്ട് ഇതിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്, പത്തിമരത്തിന്റെ ഭാഗമാണ്. അതല്ലാതെ കച്ചേരികൾ കുറേ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. നമുക്കായിട്ട് ഇപ്പോൾ ക്ലബ് എഫ്എമ്മിലൂടെ എന്താണ് ഇപ്പോൾ ഒന്ന് ചെറിയ ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി പാടോ? നിലപ്പെയരാതെ ശീലെ പോലവേ നിലപ്പെയരാതെ ശീലെ പോലവേ நிலைப்பெயராத சீலை போலவே நின்று நேரமாவதறியாமலே மிக வினோதமான முரளிதர, நேரமாவதறியாமலே மிக வினோதமான முரளிதர, என் மனம் அலைப்பாயுதே கண்ணா, என் மனம் அலைப்பாயுதே, உன்னானந்த மோகன வேணுகானம் அதில் அலைப்பாயுதே கண்ணா, கண்ணா கண்ணா പാട്ടിങ്ങനെ കേൾക്കുമ്പോഴേ തോന്നും പാട്ടും ഡാൻസും കുറച്ച് ഭക്ഷണം മതിയില്ല നമുക്ക് ജീവിക്കാൻ, വേറെ എന്തിനാ കുറെ സാധനങ്ങളൊക്കെ, അങ്ങനെ ജീവിച്ചാൽ പോരേന്ന് തോന്നും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ആൽബത്തിലെ പാട്ടുകൾ കുറെ കേട്ടു, അത് മാത്രമല്ല നല്ലൊരു പ്ലേ ബാക്ക് സിംഗർ കൂടിയാണ്. അപ്പോൾ ഒരു പ്ലേ ബാക്ക്
പാട്ട് എന്താണെങ്കിലും വേണ്ടേ? അപ്പൊ ഏതാണ് ഇഷ്ടം പോലെ കയ്യിലുള്ളതിൽ ഏതാണ് ഏതാ പാടുണ്ട്? എനിക്ക് എല്ലാ പാട്ടും, എനിക്ക് പാട്ടെന്ന് വെച്ചാൽ തന്നെ ഹരാണ്, ജീവനാണ്. കൊഞ്ചും പൂരണമേ വാ നീ കൊഞ്ചും ഏഴിസയേ പഞ്ചവർണ്ണ ബോധം നെഞ്ചം നിറയതേ காண்பதெல்லாம் காதலடி காதலே காதலே தனி பெருந்துணையே கூடவா கூடவா போதும் போதும் காதலே காதலே வாழ்வின் நீளம் போகலாம் போகவா நீ ഓ ഗോവിന്ദ് ശരിക്കും നമുക്കൊരു ഭയങ്കര എന്താ പറയാ അഭിമാനമായിട്ട് ഇങ്ങനെ ഈ പാട്ട് നിൽക്കുന്നൊരു പാടുമ്പോ ഇത്ര പാട്ടാ. വലിയ ഹിറ്റ് ആവുന്നോ ഞാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി മറ്റേ പാട്ട് നമ്മുടെ യെസ്. മലർച്ചെണ്ടിലോരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാറാകുന്നീതോരോ മോഹമോരോ വർണ്ണം ആരാരോ പാടുവതാണി നീഹാരാർദ്രരാഗം അറിയാമോ പിറാക്കളെ ഇങ്ങിനി എൻ ജീവിതം പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം ഇളവയിൽ പോലുള്ള സ്നേഹം കിനാക്കൾ കടം തന്ന ലോകം. നിങ്ങളെ ഇഷ്ടത്തിലുള്ള പാഷനിൽ ജീവിക്കുമ്പോഴുള്ള ഒരു ഫീൽ എന്താണ്? ഭയങ്കര സന്തോഷം. നമ്മളെ ഇത് അല്ല നമ്മളാരും നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യമല്ല, നമ്മൾ ഇഷ്ടപ്പെട്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ജോലി കൂടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഫീൽഡ്. പാഷൻ ആൻഡ് പ്രൊഫഷൻ ഒന്നാണ്. നമുക്കത് അതൊരു സുഖമാണ്. സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതായത് പാഷൻ പ്രൊഫഷൻ ഒന്നാകുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ. അതിനൊരു ടൈം ബൗണ്ടഡ് അല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഐ മീൻ ഇപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടർ, ഇപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത്, ഞാൻ ആദ്യം കുറച്ച് നാൾ വർക്ക് ചെയ്തു, എങ്ങനെയെങ്കിലും ഇതൊന്ന് ലോഗൗട്ട് ചെയ്തിട്ട് വീട്ടിൽ പോകണം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. ഇതങ്ങനെയില്ല, നമുക്ക് 24 hours എപ്പോൾ വേണമെങ്കിലും. നമുക്ക് മടുപ്പ് എന്ന് പറയുന്നൊരു കാര്യം ഇതിലില്ല. അതെ, എപ്പോഴും എൻജോയ്മെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ചലഞ്ചസ് ഉണ്ട് കേട്ടോ. ഉറപ്പായിട്ടും എപ്പോഴും നമുക്ക് ഭയങ്കര അപ്പായി നിൽക്കുന്ന സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ രജിസ്റ്റർ ആവാൻ ടൈം എടുക്കും അല്ലേ? ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾ ഫുൾ ടൈം ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ നമ്മുടെ ഡേ ടു ഡേ നമ്മൾ ചലഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ള. അപ്പോൾ ഓരോ ദിവസവും ഓരോ ചലഞ്ചസ് ആയിട്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ രാജഗിരിയിലാണ് MBA ചെയ്തത്. അപ്പോൾ അവിടെ പഠിച്ചിറങ്ങിയിട്ട് ഞാൻ കുറച്ചെല്ലാം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് ക്വിറ്റ് ചെയ്തിട്ട് വരുമ്പോൾ നമ്മളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ചോദ്യമായിരുന്നു, നീ എന്താ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ഫേസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ബാൻഡിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള നമ്മളിപ്പോൾ ചെയ്യുന്ന ഫിലിംസ് ആണെങ്കിലും അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന സിംഗേഴ്സ് ആണെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളത് നേടിയെടുക്കുന്നതാണല്ലേ. അപ്പോൾ ആ ചലഞ്ചസ് ഉണ്ടാവും. അത് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി കണ്ടുപിടിക്കണം. ഒന്നെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാഴ്ചയിൽ നമുക്ക് ഇപ്പോൾ യെസ്റ്റർഡേ നമ്മൾ എന്താണോ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് നാളെ വരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ബിൽഡ് ചെയ്തെടുക്കുക. ഇവിടുത്തെ ചലഞ്ച് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ചോദ്യമാണ് മെയിനായിട്ട്. ബാക്കി നമ്മൾക്ക് നമ്മുടെ ആർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇതിനെ പറ്റി നമ്മൾ ചലഞ്ച് ചെയ്യും, അതല്ല. നിന്നെ സംബന്ധിച്ച് നിന്റെ കൂടെ പഠിച്ചവരുന്നെല്ലാം വ്യത്യസ്തനല്ലേ നീ? നിനക്ക് മാത്രമല്ലേ ഇവിടെ ഇരിക്കാൻ പറ്റുന്നുള്ളൂ അല്ലേ? നമുക്ക് എവിടെയായാലും നമുക്കൊക്കെ അറിയാം. പക്ഷെ പുറത്തുള്ളത് നോക്കുമ്പോഴേ എന്താണ് ചെയ്യുന്നത് അവർക്കൊരു ഡൗട്ടാണിത്. പക്ഷെ അതല്ല, പക്ഷെ അവരുടെ അവരുടെ കൺസേൺ കറക്റ്റ് ആണ്, സീരിയസ്. പക്ഷെ നമ്മളെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അതിപ്പം നമ്മളുടെ ഓരോ ഇപ്പോൾ മ്യൂസിക് ആണെങ്കിലും ഏതാണ് സിംഗേഴ്സ് ഇപ്പോൾ ഒരുപാട് ഇപ്പം സിംഗേഴ്സിനോട് ചോദിക്കാം,
ഇപ്പോൾ ഒരുപാട് പുതിയ സിംഗേഴ്സ് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനല്ല, നമ്മളുടെ സ്പേസ് കണ്ട് നമ്മൾ വർക്ക് ചെയ്യാന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഭദ്രേച്ച് ഇന്നോട്ട് പാടുന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ ഇപ്പം ഞാനും ഭദ്രേച്ച് ഒരുമിച്ച് പഠിക്കുന്ന സ്ഥലമാണെന്ന് അറിയാലോ. ലൈക്ക് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് വന്ന ആൾക്കാരാണ്. ചേച്ചി വോക്കലും ഞാൻ തബലയും ഒരു സ്പേസിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുന്ന് നമുക്ക് വരുന്നൊരു ഗ്രോത്ത് ഉണ്ടല്ലോ, ആ ഗ്രോത്ത് നമുക്ക് പതുക്കെയുള്ള ഉണ്ടായാൽ മതി. ആ ഗ്രോത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു ബേസ്. അതാണ് ഞങ്ങളുടെ ഗുരുജി പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഗുരുജി ഞങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞേക്കുന്ന കാര്യം, നാളെ വലിയ ആളാവാൻ അല്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അതൊരു ലോങ് ടേം പ്രോസസ് ആണ്. ആ ലോങ് ടേം ആണ് നമ്മൾ നോക്കുന്നത്. അതായത് നമുക്ക് അടുത്ത 5 വർഷം ഒരു നിർബന്ധമില്ല. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിനകത്ത് ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അങ്ങനെ രക്ഷപ്പെടാതിരിക്കാം. സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി തേടി പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ നല്ല ടാലന്റ് ഉണ്ട്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരുന്നാൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരും. തീർച്ചയായിട്ടും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, അതുവരെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, പേഷ്യൻസ് വേണം. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കണം. അതെ, നമുക്കിപ്പോ ഒരു സക്സസ് കിട്ടി, നമ്മൾ ഹിറ്റായി കഴിഞ്ഞ് ഓക്കെ ഞാനിപ്പോ ഹിറ്റാണ്, ഞാൻ ഭയങ്കര സിംഗർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെ ബീറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളുടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്ത് നമ്മൾ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതാണെങ്കിൽ അതാകുമ്പോൾ നമുക്കങ്ങ് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുമെന്ന്. ഇതാണ് നമ്മുടെ ഒരു തോട്ട്. എസ്പെഷ്യലി ഇത് ഞാനും ഭദ്രേച്ചിയും സുദീപനും എപ്പോഴും ഷെയർ ചെയ്യുന്ന കാര്യമാണ്. ലൈക്ക് നമ്മൾ നെക്സ്റ്റ് ഒരു സാധനം പ്ലാൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു തോട്ട് പ്രോസസ് ഇതാണ്. നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ലൈക്ക് മ്യൂസിക്കിന് എപ്പാർട്ടായിട്ട് നമ്മൾ ഫണ്ണും തമാശയൊക്കെ ഉണ്ട്, പക്ഷേ ലോങ് റണ്ണിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഷെയർ ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു സാധനങ്ങൾ. അപ്പൊ പാഷൻ ഫോളോ ചെയ്യണോ വേണ്ടിയോ എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേജ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മുടെ മുന്നിലിരിക്കുന്ന 4 പേരും അവരുടെ പാഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ വേറെ വേണമെങ്കിൽ ഇപ്പം മാം ഓൾറെഡി ഈ കലാലോകത്ത് തന്നെ ഉള്ളതുകൊണ്ട് മ്യൂസിക്കിൽ ടീച്ചറായിട്ടിരിക്കുന്നു. ബാക്കി എല്ലാവരും അവരുടെ എന്താ പറയുക പഠിച്ച വേറെ ഒരു നിശ്ചിത സംഖ്യ ശമ്പളമായിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോലിയിൽ നിന്നും മാറി സ്വന്തം പാഷൻ്റെ പിന്നാലെ പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് നമുക്കൊരു മോട്ടിവേഷനാണ് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രോജക്ട്സിനും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.